ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഈ വൺ ഡേ ബെറിൽ സ്പെൻഡ് ചെയ്തത്, നമുക്ക് വിസയ്ക്ക് വല്ല കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എന്നോട് കുറേ പേര് വന്നിട്ട് എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഓൺ വോയിസിൽ ഇടാമെന്ന് വിചാരിച്ചത്. ഞാൻ ടിക്കറ്റ് എടുത്തു, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തു. നമുക്ക് ഏത് പ്ലാറ്റ്ഫോം വഴി കുറേ ആപ്സ് ഉണ്ടല്ലോ, സ്കൈ സ്കാനർ ആവട്ടെ, Booking.com ആവട്ടെ. ഞാൻ Booking.com ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ 18 hours ഹോൾട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നേരം എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വെറുതെ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. അത്യാവശ്യം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു 9 to 10 hours കൂടുതൽ ഉണ്ടെങ്കിൽ എല്ലാ എയർവേസും ഇങ്ങനെ അവർ ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഒന്നെങ്കിൽ ഓൺ അറൈവൽ വിസ എടുക്കണം പുറത്ത് കറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസിറ്റ് വിസ ഒക്കെ എടുത്ത് പുറത്ത് കറങ്ങാമെന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഗൾഫ് എയർ ത്രൂ മാത്രമാണ് ഫ്ലൈ ചെയ്തേക്കണം, വേറെ എല്ലാ എയർവേസ് ഇത് പ്രൊവൈഡ് ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ അവരുടേതായ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് നമ്മൾ എൻക്വയറി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഗൾഫ് എയറിൽ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നി. എൻ്റെ കസിൻസൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഫ്രാങ്ക്ഫർട്ട് ടു ബെറിൻ ടു കൊച്ചി, അത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്യണം. വൺ സൈഡ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 18 hours ഹോൾട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവരാണെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വൺ വേ വരണവരോ അല്ലെങ്കിൽ ഇവിടുന്ന് നാട്ടിൽ പോവുക അങ്ങനെയാണെങ്കിൽ ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, എനിക്ക് 18 hours ഹോൾട്ട് ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ എൻ്റെ എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ട്, വേറെ ക്രൈറ്റീരിയ അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ എത്ര അവേഴ്സ് അവിടെ ഹോൾട്ട് ഉണ്ടാവും നോക്കിയിട്ട് അവരാണെങ്കിൽ, ഞാൻ വന്നതിന് ശേഷം എൻ്റെ കുറേ ഫ്രണ്ട്സ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഷുവറായിട്ട് പറയണത്. അവർ പറഞ്ഞു ഹോട്ടലിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇമിഗ്രേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ നേരെ ട്രാൻസിറ്റ് വിസ നമ്മുടെ പാസ്പോർട്ടിൽ പഞ്ച് ചെയ്യാണ്. വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അതെന്ന് വെച്ചാൽ നമുക്കൊരു പൈസയും ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഒരു ചാർജ് ഇല്ല. വേറെയും എയർവേസ് ഇങ്ങനെ പ്രൊവൈഡ് ഉണ്ടാവും. എനിക്കതിനെ പറ്റി അറിയില്ല, അറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ എയർപോർട്ടിൽ. ഇങ്ങനെ ഹോൾട്ടുള്ള പാസഞ്ചേഴ്സിനെ മാത്രം വേറൊരു ക്യൂവിലാക്കിയിട്ട് നമ്മളെ പുറത്തോട്ട് ഇറക്കും. അവിടെ ഒരു വാൻ വെയിറ്റിംഗ് ഉണ്ടാവും. ആകെ 5 to 10 minutes വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ വാനിൽ കയറുക, നേരെ നമ്മൾ ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കും. അത് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യുക. നമ്മുടെ പാസ്പോർട്ട് അവിടെ ഹാൻഡ് ഓവർ ചെയ്യണം. പാസ്പോർട്ട് അവിടെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ നേരെ റൂമിൻ്റെ കീയും കാര്യങ്ങളൊക്കെ തരും, വൈഫൈ പാസ്വേഡ് കാര്യങ്ങളൊക്കെ തന്ന് നേരെ റൂമിലോട്ട് പോകാൻ പറയും. നമുക്ക് ലഗേജ് വെക്കുക. പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ടൈമിങ്സ് പറയും. പാസ്പോർട്ട് അവിടെ ഹാൻഡ് ഓവർ ചെയ്ത് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. അതിന് രാത്രി ഒരു 10 o'clock 10:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങളോട് തിരിച്ച് ഹോട്ടലിൽ എത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞങ്ങൾ ഹോട്ടലിലെത്തി, ഞങ്ങളെ ബിലോങ്ങിങ്സ് ഒക്കെ റൂമിൽ പോയി ഞങ്ങൾ എടുത്ത് നേരെ വന്ന് കീ താഴെ കൊടുത്ത് റിസപ്ഷനിൽ കൊടുത്ത് ഞങ്ങളെ പാസ്പോർട്ടും വാങ്ങി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നേരെ വാനിൽ കയറി എയർപോർട്ടിലെത്തി. ഇത്രയേ പ്രൊസീജിയേഴ്സ് ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. എല്ലാവർക്കും ഒരു റിപ്ലൈ പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡു ഷെയർ, ഫോളോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക.